ഞാൻ കപ്പലിൻ്റെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിക്കണത് കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കാൻ പിള്ളേർക്കൊക്കെ നല്ല ഗുണമുള്ള സാധനം നമുക്കും കഴിക്കാം. അപ്പോൾ ഈ കപ്പലിൻ്റെയൊക്കെ കിട്ടിയാൽ നമുക്ക് നല്ലപോലെ വറുത്ത് വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് സൂപ്പറല്ലേ. നല്ല ഒന്ന് വറുത്തെടുത്തിട്ട് അത് മിക്സിയിൽ പൊടിച്ചെടുക്കണം. എന്നിട്ട് രണ്ട് സ്പൂൺ നെയ്യൊക്കെ ഇട്ട് വറുത്തതിനെ അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുകയില്ലേ, ആ പൊടിച്ച് വെച്ച സാധനത്തിന് എന്തിനേ നെയ്യൊന്ന് ചൂടായി കഴിയുമ്പം ആ പൊടി ഇതിലങ്ങ് ഇടും. കപ്പലിൻ്റെ പൊടിയാണ്. കപ്പലിൻ്റെ പൊടിയാകുമ്പോൾ നല്ല ഗുണമല്ലേ. അതിനെ ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്യുക. നമ്മൾ പുട്ടിനൊക്കെ മാവ് വറുക്കണ പോലെ ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് നല്ല പൊരിപൊരാ വരും കേട്ടാ. അങ്ങനെ പൊരിപൊരാ വരാനാണ് ഞാൻ ഈ നെയ്യിട്ടൊന്ന് വറുക്കണത്. അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഞാനൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. റിട്ടയർമെൻറ്റ് CSF മോഹനകുമാരി എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. നിങ്ങളാരും മനസ്സിലാക്കിയില്ലെന്നാണ് തോന്നണത് ഇതുവരെ കേട്ടാ. ആ ചാനലൊന്ന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. ആ ചാനലിൽ ഞാൻ ഓരോ സംഭവങ്ങൾ ഇടാറുണ്ട്, പാട്ടിടാറുണ്ട്. പിന്നെ നേരത്തെ കുഴക്കട്ട ഇട്ടിരുന്ന്, ഇത് രണ്ടാമതാണ് ഇത് ഇടുന്നത്. ഇനി ഞാൻ അങ്ങനെ ഓരോ വീഡിയോ ഒക്കെ ഇടും. അതൊന്ന് നോക്കിക്കൊള്ളണം നിങ്ങൾ കേട്ടാ. ഇപ്പം ഞാൻ ഇത് വറുത്തെടുത്തിട്ട് ഇനി ശർക്കര ഉരുക്കി വെച്ചിരുന്ന ശർക്കരയാണ് അതിൻ്റെ അകത്ത് ഒഴിച്ചത്. ഉരുക്കിയേ എടുക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ പൊട്ടും പൊടിയും എന്തെങ്കിലുമൊക്കെ കാണും. അതുകൊണ്ടാണ് ഞാൻ പൊടിച്ച് ഇങ്ങനെയൊക്കെ എടുത്ത് അത് ഉരുക്കി നമ്മൾ അതിലങ്ങ് ഒഴിക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി 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 നമ്മൾ പായസത്തിനൊക്കെ വരട്ടണ പോലെ അതിനെ അങ്ങ് നല്ലപോലെ വരട്ടി കൊടുക്കണം. വരട്ടി കൊടുക്കുമ്പോൾ അത് എന്നാൽ അരക്ക് പോലെ അതിൻ്റെ വിട്ടിങ്ങനെ വരും. വിട്ട് വരണ സമയത്ത് നമ്മൾ അതിനെ അങ്ങ് മാറ്റി ഒരു പ്ലേറ്റിൽ നല്ല നെയ്യ് തടവി അതിൻ്റെ അകത്ത് ഒഴിക്കണം. അത് പ്ലേറ്റിനകത്ത് നെയ്യൊന്നും തടവാതെ ഒഴിച്ചാൽ ഇത് അപ്പി പിടിച്ച് പോകും. നമുക്ക് പിന്നെ പൊട്ടിച്ചെടുക്കേണ്ടി വരും. ഭയങ്കര പാടാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇളകണ സമയത്ത് തണ്ട അരക്ക് പോലെ വരണണ്ട. പെട്ടെന്ന് നെയ്യ് തടവിയ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് വിട്ടു പോകില്ല. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല വരയിട്ട് കൊടുക്കണം. ഇടയ്ക്ക് വരയിട്ട് കൊടുത്താൽ മാത്രമേ നമുക്കിത് മുറിച്ചെടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അത് ഉറഞ്ഞു പോകും കട്ടിയായിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ വരയൊക്കെ ഇട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ മുറിച്ചെടുത്ത് ഷേപ്പാക്കി വച്ചിരിക്കുകയാണ്. നമ്മളെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ, കൈ കൊണ്ട് ഉരുട്ടി വേണമെങ്കിൽ വെക്കാം കേട്ടോ. കൂടുതൽ ഉണ്ടാക്കി വെച്ചാലും ഒരു പരണിക്കകത്തോ ഒരു സ്റ്റീൽ പാത്രത്തിൽ വട്ടപാത്രത്തിൽ അല്ലെങ്കിൽ അടച്ചു വെച്ചിട്ട് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി. നമുക്ക് എപ്പം വേണമെങ്കിലും എടുത്ത് കഴിക്കാം. പിള്ളേർക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ 2 കഷ്ണം കൊടുക്കാമെങ്കിൽ ഏറ്റവും സൂപ്പറാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ.